നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനായുള്ള കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നാണ്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പൊതു മാനദണ്ഡം ഇന്നത്തെ യോഗത്തിൽ നിശ്ചയിക്കപ്പെടും. എംപിമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലും നേതാക്കൾ അഭിപ്രായം രേഖപ്പെടുത്തും. അമൽ തേൻപറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, പറയൂ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. മോദി, കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരുകയാണ്. നേരത്തെ ഡൽഹിയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുത്തു. ശശി തരൂർ ഒഴികെയുള്ള രാഷ്ട്രീയകാര്യ സമിതി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഡൽഹിയിൽ വെച്ചൊരു പൊതുധാരണ ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അന്തിമ ധാരണ ഉണ്ടായിട്ടില്ല. കാരണം തിരഞ്ഞെടുപ്പ് സമിതിയോട് കൂടി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇതിൽ ധാരണ ഉണ്ടാക്കാൻ കഴിയൂ. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൊതു മാനദണ്ഡം എന്താകണം എന്നൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ ബാബു ഒഴികെയുള്ള ബാക്കിയുള്ള ബാബുവും രാഹുൽ മാങ്കൂട്ടത്തിലും ഒഴികെയുള്ള കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മുഴുവൻ ആളുകളെയും ഇത്തവണയും മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണുള്ളത്. ആ തീരുമാനത്തിന്റെ ഒരു അംഗീകാരം തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ അതിവേഗത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഈ രണ്ടാളുകൾ ബാബുവിന് ചില അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ബാബുവിനെ മാറ്റി നിർത്തും. ബാബു തന്നെ അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബാബു ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ രാഹുലിന്റെ കാര്യത്തിലാണെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്തു നിൽക്കുകയാണ്. പുതിയൊരാളെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ആ 2 സീറ്റുകളിൽ ഒഴികെ പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴികെയുള്ള സീറ്റുകളിൽ സിറ്റിംഗ് സീറ്റുകളിൽ നിലവിലെ MLA മാർ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനമാണ് കോൺഗ്രസിനുള്ളത്. ആ സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് കാര്യമായ തർക്കങ്ങളില്ലാതെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന സീറ്റുകളിലേക്കും ഒരു ധാരണ ഉണ്ടാക്കാനായാണ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ഇന്ന് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുമ്പോൾ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന പേരുകളെല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്യും. അതോടൊപ്പം വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് പാലക്കാട് ആര് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് തീരുമാനമായിരിക്കും ഉണ്ടാവുക? അതാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്. പാലക്കാട് പേരുകൾ പലതും ചർച്ചയാണ്. പക്ഷേ ആരിലേക്ക് എത്തും എന്നുള്ളത് ഇതുവരെയും കോൺഗ്രസിൽ ഒരു ധാരണയായിട്ടില്ല. രാഹുൽ മാറി നിന്നാൽ ഷാഫി പറമ്പിൽ MP ആയി വടകരയിൽ നിന്നും പോകുന്ന സമയത്താണ് വടകരയിൽ മത്സരിക്കാൻ പോകുമ്പോഴാണ് രാഹുലിനൊരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ രാഹുൽ മാറുമ്പോൾ രാഹുലിനൊപ്പം കരുത്തനായ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ പിന്തുണയുള്ള ഒരാളെ അവിടെ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് വരുന്നത്. അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അടക്കമുള്ള ആളുകളുടെ പേരുകളും DCC പ്രസിഡന്റ് തങ്കപ്പന്റെ പേരടക്കമുള്ള ആളുകളുടെ പേരുകളൊക്കെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ആരാകും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ ധാരണയായിട്ടില്ല. പാലക്കാടിന്റെ കാര്യത്തിൽ വിശദമായ ചർച്ച തന്നെ ഒരുപാട് കോൺഗ്രസ് തലപോയിക്കേണ്ടി വരും. കാരണം പാലക്കാട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പാലക്കാട് 2ാം സ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ പാലക്കാട് ഏറ്റവും കരുത്തുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ മുനിസിപ്പാലിറ്റി അടക്കം പിടിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP ആണ് എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നു. അപ്പോൾ BJPക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് ഇടവരുത്തി എന്നൊരു ആരോപണം കേൾക്കാതിരിക്കാൻ കരുത്തനായ ഒരാളെ തന്നെ രംഗത്തിറക്കേണ്ടി വരും. അപ്പോൾ ആ വിഷയത്തിൽ വിശദമായി തന്നെയുള്ള ചർച്ച നടക്കും. ഇതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ ഒരു അസാന്നിധ്യമാകും. ശശി തരൂർ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. തരൂര് ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള ആദ്യ യോഗത്തിലും നേതൃയോഗത്തിലും പങ്കെടുത്തിരുന്നില്ല. തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും വിളിച്ചുള്ള ഒരു ചർച്ച മാത്രമാണ് നടന്നത്. ആ യോഗത്തിൽ അന്ന് തരൂർ നേരത്തെ അറിയിച്ചിരുന്നു ഒരു പുസ്തക പ്രകാശനമുണ്ട്, അതിനാൽ താൻ എത്തില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നുവെങ്കിലും അന്ന് വിട്ടുനിന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൽ നിന്നും തരൂരിന് ഒരു അസാന്നിധ്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ കൂടി ചർച്ചയുണ്ടാകും. തരൂരിന് കടുത്ത അതൃപ്തി കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആ വിഷയം കൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മോദി, ശരി അമൽ.